നമസ്കാരം. ഏഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അളകനന്ദ. പ്രധാന വാർത്തകൾ. ചാർജ് 1, ചാർജ് 5, ചാർജ് 11, ചാർജ് 12, ചാർജ് 14 ഈ മുഴുവൻ കുറ്റകൃത്യങ്ങളിലും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കപ്പെട്ടു. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അബ്ദുൽ നാസർ മദനിയെ കുറ്റവിമുക്തനാക്കി. 64 പ്രതികൾ കുറ്റക്കാർ. വിധി പ്രഖ്യാപനം തുടരുന്നു. കൊല്ലം കോടതിയിലെ കേസിൽ ജാമ്യം കിട്ടിയാലേ മദനിക്ക് കോയമ്പത്തൂർ ജയിലിൽ നിന്ന് മോചനം കിട്ടൂ. ജാമ്യം തേടി പിഡിപി പ്രവർത്തകർ ഹൈക്കോടതിയിൽ. മദനിയെ കുറ്റവിമുക്തനാക്കിയതിനെ എൽഡിഎഫും യുഡിഎഫും സ്വാഗതം ചെയ്തു. സർക്കാർ അപ്പീൽ പോകണമെന്ന് ബിജെപി. കെ സുരേഷ് കുമാറിനെ ഒഴിവാക്കി മൂന്നാറിലേക്ക് പുതിയ ദൌത്യസംഘം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും കക്ഷി നേതാക്കളും ജനപ്രതിനിധികളും പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തും. ഓഹരി വിപണിയിൽ വൻഇടിവ്. സെൻസെക്സ് 500 പോയിന്റിലധികം ഇടിഞ്ഞു. വാർത്തകൾ വിശദമായി. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പിഡിപി നേതാവ് അബ്ദുൽ നാസർ മദനിയെ കുറ്റവിമുക്തനാക്കി. 5 കുറ്റങ്ങളാണ് മദനിക്കെതിരെ ചുമത്തിയിരുന്നത്. കുറ്റകരമായ ഗൂഢാലോചന, സാമുദായിക ഐക്യം തകർക്കുന്നതിനുള്ള പ്രവർത്തനം, ആയുധം കൈമാറൽ, ബോംബുകൾ അടക്കമുള്ള ആയുധങ്ങൾ സ്ഥാപിക്കൽ എന്നിവയാണ് മദനിക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ. കേസിൽ 14ാം പ്രതിയായിരുന്നു മദനി. 64 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. വിധി പ്രഖ്യാപനം തുടരുകയാണ്. രാവിലെ 10:30-നാണ് വിധി പ്രഖ്യാപനം തുടങ്ങിയത്. 1998 ഫെബ്രുവരി 14-നുണ്ടായ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൽ 59 പേർ കൊല്ലപ്പെട്ടിരുന്നു. 1998 മെയ് 31 മുതൽ വിചാരണ തടവുകാരനായി കഴിയുകയായിരുന്നു അബ്ദുൽ നാസർ മദനി. വിധി പ്രഖ്യാപനം ഇപ്പോഴും തുടരുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി മഞ്ജുഷ് ഗോപാൽ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും. മഞ്ജുഷ്, എന്തായിരുന്നു ഇന്ന് കോടതിയുടെ 60 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. 64 പ്രതികളുടെ ഇതുവരെ കഴിഞ്ഞു. അതിൽ 65 പേരിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ കുറ്റവിമുക്തനായിരിക്കുന്നത്. മദനിയാണത്. എന്തായിരുന്നു കോടതിയിൽ നിന്നും മദനിയോടുണ്ടായ നിലപാട്? വളരെ മൊത്തം 166 പ്രതികളാണ് ഈ കേസിൽ വിചാരണ നേരിട്ടത്. രാവിലെ 10:00 തന്നെ വിധി പ്രഖ്യാപനം തുടങ്ങി. ഓരോരുത്തരും മേലും ആരോപിച്ചിട്ടുള്ള പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റം ശരിയാണോ എന്ന് കണ്ടെത്തുകയാണ് കോടതി ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെ 65 പ്രതികളുടെ കാര്യങ്ങൾ കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ്. ഈ 65 പേരിൽ 64 പേരും ഏതെങ്കിലും ഒരു കുറ്റമെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കോടതി കണ്ടെത്തി. പ്രോസിക്യൂഷന് ഒരു കുറ്റമെങ്കിലും ഓരോരുത്തരുടെയും പേരിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1 മുതൽ 25 കുറ്റം വരെ, ചിലരുടെ പേരിൽ 25 കുറ്റം വരെ തെളിയിച്ചിട്ടുമുണ്ട്. എന്നാൽ അബ്ദുൽ നാസർ മദനിയുടെ പേരിൽ ആരോപിക്കപ്പെട്ട 5 കുറ്റങ്ങളും, പ്രധാനപ്പെട്ട 5 കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 120B ആണ്. അതായത് കുറ്റകരമായ ഗൂഢാലോചന, ജീവഹാനി വരെ ഉണ്ടാക്കിയ ഗൂഢാലോചന. എന്നാൽ ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. അതുപോലെ തന്നെ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കൽ, അത് സാമുദായിക ഐക്യം തകർക്കാൻ ശ്രമിക്കൽ, സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരികയും സ്ഫോടക വസ്തുക്കൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തത്, ഇത്രയും കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നത്. എന്നാൽ മദനിക്കെതിരെ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുകയുണ്ടായി. കോടതി ഇത്രമാത്രമേ ഇത് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം മാത്രമേ കോടതി പറയുകയുള്ളൂ. ഇന്ന് മറ്റ് യാതൊരു വിലയിരുത്തലുകളും ഇതിന്മേൽ നടത്തില്ല. അത് വിധിന്യായത്തിന്റെ മറ്റു വിശദാംശങ്ങൾ കിട്ടിയതിനു ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും മദനിക്കെതിരെ ആരോപിച്ചിരുന്ന കുറ്റങ്ങൾ എല്ലാം കോടതി പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി വിലയിരുത്തി. അതായത് അബ്ദുൽ നാസർ മദനി 9.5 വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം, വിചാരണ തടവിന് ശേഷം കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് മടങ്ങാം. അതുപോലെ ഇതിൽ നിന്ന് ബോംബ് സ്ഫോടന കേസിലെ മാസ്റ്റർ ബ്രെയിൻ, അതായത് മുഖ്യ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന SA ഭാഷ, ഇദ്ദേഹത്തിനെതിരെ 2 കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കുറ്റകരമായ ഗൂഢാലോചനയാണ്, ജീവഹാനി വരെ ഉണ്ടാക്കാവുന്ന ഗൂഢാലോചന. അതുപോലെ തന്നെ സാമുദായിക ഐക്യം തകർക്കൽ. ഭാഷയുടെ മകനായ സിദ്ദിഖ് അലിയും ഭാഷയുടെ സഹോദരനായ നവാബ് ഖാനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. നിരോധിക്കപ്പെട്ട അല്ലുമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് അൻസാരി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഇദ്ദേഹത്തിനെതിരെ 3 കുറ്റങ്ങൾ തെളിഞ്ഞു. അതുപോലെ അല്ലുമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന താജുദ്ദീൻ, അദ്ദേഹവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു എന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയ ബാസിദ് തുടങ്ങി
60ഓളം പേർ, ഇപ്പോൾ 64 പേരാണ് ഇപ്പോൾ മൊത്തം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും 101 പേരോടെ കുറ്റക്കാരാണോ എന്ന് കോടതി കണ്ടെത്തേണ്ടതുണ്ട്. വൈകിട്ട് 4 മണിയോടെ ഇന്നത്തെ കോടതി നടപടികൾ തീരുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം മദനിയുടെ അഭിഭാഷകർ, 4 അഭിഭാഷകരാണ് പ്രധാനമായും മദനിക്കുണ്ടായിരുന്നത്. അതിൽ ഒരാളായ അക്ബർ അലിയുണ്ട്. അക്ബർ അലി, മദനിക്കെതിരെ 5 കുറ്റങ്ങളാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത് എന്ന് ഒന്നുപോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതായത് മദനിയുടെ അഭിഭാഷകർ ഉന്നയിച്ചിരിക്കുന്ന വാദം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന് കരുതുന്നുണ്ടോ ഈ കുറ്റങ്ങളെല്ലാം? പ്രോസിക്യൂഷനെ സംബന്ധിച്ചോളം യാതൊരു അടിസ്ഥാനമില്ലാതാണ് മദനിക്കെതിരെ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടത്. ഒരു ടെലിഫോൺ മെസ്സേജിന്റെ അല്ലെങ്കിൽ ടെലിഫോൺ പ്രിന്റ് ഔട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിത്തം ആരോപിക്കുക എന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണത്. മദനിയോട് ബന്ധപ്പെട്ട് ഈ ആയുധങ്ങൾ കടത്താൻ കൂട്ടുനിന്നു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്ന താജുദ്ദീൻ ഉൾപ്പെടെയുള്ള അല്ലുമ പ്രവർത്തകരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ മറ്റു ഭാഗങ്ങളിൽ സ്ഥാപിച്ചവരെയും ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മദനി ഈ കേസിൽ ഉൾപ്പെട്ടു എന്നൊരു രീതിയിൽ താങ്കൾക്ക് എങ്ങനെ അത് പറയാൻ കഴിയും? ഏത് രീതിയിൽ വിലയിരുത്താൻ കഴിയും? സ്ഫോടക വസ്തുക്കൾ കേരളത്തിൽ സംഭരിച്ചു, തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഹൈഗ്രേഡ് എക്സ്പ്ലോസീവ് ഉണ്ടാക്കി അത് കോയമ്പത്തൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്ലാൻ ചെയ്തു, അങ്ങനെ സ്ഫോടനം നടത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. പക്ഷേ കേരളത്തിൽ നിന്ന് മദനി മുഖേന ആ സ്ഫോടക വസ്തുക്കൾ എത്തിയില്ല എന്നുള്ള ഞങ്ങളുടെ വാദം കോടതി ശരിവച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് മദനിയെ ഇനി കോടതിയിൽ നിന്ന് പുറത്ത് വരാനുള്ള ഇനി അവശേഷിക്കുന്ന സാങ്കേതിക തടസ്സങ്ങളോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളോ എന്തൊക്കെയാണ്? അല്ല, ഇനി കോടതി അക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും അക്യൂട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ മുകളിലുള്ള 5 ചാർജുകളെയും എക്സോണറേറ്റ് ചെയ്തു, കുറ്റവിമുക്തനാക്കി. ബാക്കിയുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കപ്പെടും. അത്രയേ ഉള്ളൂ. അതിൽ വേറെ നടപടികളൊന്നുമില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലൊരു ജഡ്ജ്മെന്റ്, അതായത് സെന്റൻസ് പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ സെന്റൻസ് പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ അക്വിറ്റഡ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പുറത്തുവിടും. അതുവരെയുള്ള സമയത്ത് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാനുള്ള നീക്കമാണ് കോടതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദി അക്ബർ അലി. അളകനന്ദ, ഇപ്പോൾ മദനി മിക്കവാറും ഇന്ന് വൈകിട്ടോടെയോ അല്ലയോ നാളെ രാവിലെയോ മോചിതനാകുമെന്ന വിവരമാണ് കിട്ടിയിരിക്കുന്നത്. PDP നേതാക്കൾ ബാക്കി കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അബ്ദുൽ നാസർ മദനി നാളെ ഉച്ചയ്ക്ക് 12:45 കോയമ്പത്തൂരിൽ നിന്ന് വിമാനത്തിൽ മദ്രാസ് വഴിയുള്ള വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് അദ്ദേഹത്തിന് വമ്പൻ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. PDP നേതാക്കൾ പറഞ്ഞ വിവരമനുസരിച്ച് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ വരെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് PDP നേതാക്കൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ മദനി ജയിലിൽ നിന്ന് പുറത്തു വരും. അളകനന്ദ, ബാക്കി വിധി പ്രഖ്യാപനത്തിന്റെ ബാക്കി കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തുടരും. ഇന്ന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ ഡിസംബർ 6-ാം തീയതി പ്രഖ്യാപിക്കും. അളകനന്ദ. നന്ദി മഞ്ജുഷ്. മദനിയെ കുറ്റവിമുക്തനാക്കിയെന്ന വിവരം മദനിയുടെ അഭിഭാഷകൻ അക്ബർ അലിയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. നീതിയുടെ വിജയമായാണ് കോടതി വിധിയെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത്. ചാർജ് 1, ചാർജ് 5, ചാർജ് 11, ചാർജ് 12, ചാർജ് 14 ഈ മുഴുവൻ കുറ്റകൃത്യങ്ങളിലും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കപ്പെട്ടു. ഈസ് ഫുള്ളി എക്സോണറേറ്റഡ്. He's fully exonerated. He's fully exonerated. All the charges he leveled against him, he is fully exonerated. Yes. He is fully exonerated. അദ്ദേഹത്തിന്റെ പേരിലെ പ്രധാനപ്പെട്ട ചാർജ് ക്രിമിനൽ കോൺസ്പിറസി, എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട്, provocation of the religions. All the charges he is clearly acquitted. Yes, suppose sometime. 1992 ഓച്ചിറ പോലീസ് മദനിയെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത കേസിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാൽ മാത്രമേ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മദനിക്ക് മോചനം കിട്ടൂവെന്ന് ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ബിനി ജോസഫ് ഇതിന്റെ വിശദവിവരങ്ങളുമായി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ബിനി, എപ്പോഴാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക? എത്രത്തോളം സാധ്യതയുണ്ട്? ജാമ്യാപേക്ഷ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് ശേഷം കോടതി കൂടിയാൽ ഉടനെ തന്നെ പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. 1992 ഏപ്രിൽ 1 ഫൈസാബാദിൽ മുസ്ലിം പള്ളിക്ക് നേരെ ബോംബാക്രമണം ഉണ്ടായതിൽ പ്രതിഷേധിച്ച് അബ്ദുൽ നാസർ മദനി കേരളത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മദനിയുടെ ആൾക്കാർ ഓച്ചിറ മുസ്ലിം പള്ളിക്ക് മുന്നിൽ ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞു. ഇതേ തുടർന്ന് ഒരു സംഘം ആൾക്കാർ പോലീസിനെ ആക്രമിച്ചു എന്നാണ് കേസ്. ഈ കേസിലാണ് അബ്ദുൽ നാസർ മദനിയെയും പ്രതിയാക്കി ഓച്ചിറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 101 പ്രതികളാണ് കേസിൽ മൊത്തമുണ്ടായിരുന്നത്. 91 പ്രതികളെ 2002 കൊല്ലം അസിസ്റ്റന്റ് സെഷൻസ് കോടതി വെറുതെ വിട്ടു. 4 പേര് 2005 തെളിവില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഹൈക്കോടതിയും കുറ്റവിമുക്തരാക്കി. മദനി ഉൾപ്പെടെ അവശേഷിക്കുന്ന 6 പേർക്കെതിരെയാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ വാറണ്ട് നിലവിലുള്ളത്. മദനിയുടെ പേരിൽ കുറ്റകരമായ ഗൂഢാലോചനയാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. പ്രൊഡക്ഷൻ വാറന്റ് നിലവിലുള്ളതിനാൽ കോയമ്പത്തൂർ ജയിൽ അധികൃതർക്ക് കേരള ഹൈക്കോടതിയിൽ നിന്ന് മദനിക്ക് ജാമ്യം കിട്ടിയതായുള്ള ഉത്തരവ് കിട്ടിയാൽ മാത്രമേ മദനിയെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന നിയമം